വളരെ വളരെ സാഹസികമായ ഒരു ദൗത്യം. അതാ പറഞ്ഞതുപോലെ അത്യാവശ്യമായി ചികിത്സാ സംവിധാനങ്ങൾ വേണ്ട അല്ലെങ്കിൽ ചികിത്സാ സൗകര്യം ഒരുക്കേണ്ടവരെ വേഗത്തിൽ കോഴിക്കോട്ടേക്കായിരിക്കും അങ്ങോട്ടേക്ക് കൊണ്ടുപോവുക എന്നതാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ ഈ ദൗത്യത്തിലെ ആദ്യ ഘടകം. ആളുകളെ സുരക്ഷിതമായി ഹെലികോപ്റ്ററിൽ കയറ്റി സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുന്നത്. വളരെ സാഹസികമായിട്ടാണ്. കാരണം പലതവണ ഈ ഹെലികോപ്റ്ററോടെ വരാനുള്ള ശ്രമം നടത്തിയെങ്കിലും കനത്ത മഴ, മൂടൽമഞ്ഞ് ഒക്കെ ഒഴുക്കും ഒക്കെ ഹെലികോപ്റ്റർ ഇറങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. അതുകൊണ്ടാണ് കോഴിക്കോട് തുടരേണ്ടി വന്നത്. ഇപ്പോൾ പക്ഷേ ആ ഒരു സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് വളരെ സാഹസികമായി തന്നെ നമ്മുടെ വ്യോമ സൈനികർ ആ ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യിക്കുകയും അത്യാവശ്യം ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കേണ്ട ആളുകളെ അല്ലെങ്കിൽ പരിക്ക് പറ്റിയവരതാ കാല് ഒക്കെ പരിക്ക് പറ്റിയ ആളുകളെയൊക്കെ സൈനികർ എടുത്തുയർത്തി ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോവുകയാണ്. തുടർന്ന് ഇവരെ കോഴിക്കോട്ടേക്കായിരിക്കാം കൊണ്ടുപോവുക എന്ന് ഞാൻ കരുതുന്നു. ഇതിന് പിന്നാലെ തന്നെ ഇപ്പോൾ ഹെലികോപ്റ്റർ ഇറങ്ങാനുള്ളൊരു സാഹചര്യം ഉണ്ടായത് വലിയ ആശ്വാസമാണ് തീർച്ചയായും. കാരണം ചുരം കടന്ന് അങ്ങോട്ടേക്ക് മറ്റു വാഹനങ്ങൾക്ക് എത്താനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനിടയിലാണ് വളരെ സാഹസികമായൊരു ദൗത്യം, വെല്ലുവിളി നിറഞ്ഞ അന്തരീക്ഷത്തെ മറികടന്നത് ഇന്ത്യൻ വ്യോമ സൈനികർ നമ്മുടെ ആളുകളുടെ സുരക്ഷയെ കരുതി അവരുടെ സുരക്ഷ പോലും തൃണവൽക്കരിച്ചുകൊണ്ട് വളരെ സാഹസികമായ ഒരു സാഹചര്യത്തിൽ അവിടെ ഹെലികോപ്റ്റർ ലാൻഡ് ചെയ്യുകയായിരുന്നു. ഏറെ സമയം വട്ടമിട്ട് പറന്ന് സുരക്ഷിത സ്ഥാനം കണ്ടെത്തി. ആ പാലം അത് ഒലിച്ചുപോയ ഇടത്താണ്. മഴ വെള്ളപ്പാച്ചിലിൽ കല്ലും മണ്ണും ഒക്കെ വന്നടിഞ്ഞ് ഒരു തരത്തിലും അവിടെ അങ്ങനെ ഒരു പാലമുണ്ടായിരുന്നു എന്ന് പോലും, അവിടെ അങ്ങനെ ഒരു വലിയ മനോഹരമായൊരു സ്ഥലമുണ്ടായിരുന്നു എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത വിധം തകർന്ന് തരിപ്പണമായ സ്ഥലത്താണ് ഹെലികോപ്റ്റർ വളരെ സാഹസ്യമായി ഇറക്കിയിരിക്കുന്നത്. ഉടനെ തന്നെ ഒരു നിമിഷം പോലും കളയാതെ അതിൽ നിന്ന് വ്യോമസൈനികർ ചാടി ഇറങ്ങി ഏറ്റവും അത്യാവശ്യം ശ്രദ്ധ കിട്ടേണ്ട ആളുകളെ ഈ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോയിക്കൊണ്ട് അവിടെ സുരക്ഷിതമായി, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു കോഴിക്കോട്ടേക്കായിരിക്കാം ഇവരെ കൊണ്ടുപോകുന്നത്. അവിടെ ഏറ്റവും ഉയർന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച ചികിത്സാ സംവിധാനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ്. ഇപ്പോൾ ലാൻഡ് ചെയ്യാൻ കഴിഞ്ഞ സ്ഥിതിക്ക് വേഗത്തിൽ അടുത്ത ഹെലികോപ്റ്ററിന് ഒരുപക്ഷെ അവിടെ ഇറങ്ങാൻ കഴിഞ്ഞേക്കും. അങ്ങനെയെങ്കിൽ ഈ ഒരു സമയത്ത് നമുക്ക് വേഗത്തിൽ ആളുകളെ രക്ഷിക്കാൻ കഴിയുമെന്നത് വലിയ ആശ്വാസകരമായ കാര്യമാണ്. അതായത് സൈന്യം ഏത് രീതിയിലാണ് ഈ ദുരന്ത ബാധിത മേഖലകളിൽ വളരെ സജീവമായി ഇടപെടുന്നത് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുണ്ടക്കൈയിലേക്ക് നമുക്ക് ആർക്കും പെട്ടെന്ന് കടന്നെത്താൻ കഴിയാത്ത സാഹചര്യത്തിലാണ് 100ഓളം വരുന്ന സൈനിക സംഘം വളരെ സാഹസികമായി അല്ലെങ്കിൽ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ട് പുഴയുടെ മറ്റൊരു വഴിയിലൂടെ പുഴയെ മറികടന്ന് മുണ്ടക്കൈയിലേക്ക് എത്തിച്ചേരുകയും അവിടെ കണ്ടെത്തിയ 100ഓളം പേരെ രക്ഷപ്പെടുത്താനുള്ള സാഹസിക ദൗത്യത്തിലേക്ക് കടക്കുകയും ചെയ്തു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സുളൂരിൽ നിന്ന് 2 ഹെലികോപ്റ്ററുകൾ വരുന്നു. പാങ്ങോട് നിന്ന് 130 പേരടങ്ങുന്ന സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു. ബംഗളൂരുവിൽ നിന്ന് വമ്പൻ യന്ത്ര സാമഗ്രികളുമായി ആളുകൾ എത്തുന്നു. പാലം നിർമ്മിക്കാൻ ആവശ്യമായ വിദഗ്ധരടങ്ങിയ സേനാ സംഘം അങ്ങോട്ടേക്ക് എത്തുന്നു. അങ്ങനെ സൈന്യം, ഒരു രാജ്യത്തിൻ്റെ സുരക്ഷ, അവിടുത്തെ ജനങ്ങളുടെ സുരക്ഷ എങ്ങനെയാണ് സൈന്യത്തിൻ്റെ കൈകളിൽ ഭദ്രമായിരിക്കുന്നത് എന്നുകൂടി നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ മുണ്ടക്കൈയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിസാഹസികമായി ഹെലികോപ്റ്റർ അവിടെ ലാൻഡ് ചെയ്യിപ്പിച്ചുകൊണ്ട് അമ്മമാരടക്കം പ്രായമായവരടക്കമുള്ളവരെ വേഗത്തിൽ സുരക്ഷിതമായ ഹെലികോപ്റ്ററിലേക്ക് കൊണ്ടുപോയി അവരെ ചികിത്സ ലഭ്യമാക്കാൻ ആശുപത്രികളിലേക്ക് എത്തിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ സൈന്യത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. സുളൂരിൽ നിന്നെത്തിയ 2 ഹെലികോപ്റ്ററുകളിൽ ഒന്നാണ് ഇപ്പോൾ ചൂരൽമലയിലെ ആ തകർന്നുപോയ പാലത്തിന് സമീപത്ത് ലാൻഡ് ചെയ്തത്. അവിടെ നിന്ന് ആളുകളെ കൊണ്ടുപോവുകയും ചെയ്യുന്നത്. നമ്മൾ പ്രളയകാലത്തൊക്കെ എയർലിഫ്റ്റ് ചെയ്ത് ആളുകളെ ഉയർത്തിക്കൊണ്ടുപോകുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇന്ന് രാവിലെ തന്നെ സുലൂരിൽ നിന്ന് അതിവേഗം 7:30 കഴിഞ്ഞതോടുകൂടി അവിടുന്ന് 2 ഹെലികോപ്റ്ററുകൾ യാത്ര തിരിച്ചു. പക്ഷേ രാവിലെയൊക്കെ ഒട്ടും അങ്ങോട്ടേക്ക് ഹെലികോപ്റ്ററുകൾക്ക് വരാൻ പറ്റാത്ത ഒരു സാഹചര്യമായിരുന്നുകൊണ്ട് കോഴിക്കോട് ലാൻഡ് ചെയ്യുകയും അവിടെ തുടരുകയുമായിരുന്നു. പക്ഷേ സാഹചര്യം അല്ലെങ്കിൽ കാലാവസ്ഥ അല്പം ഒന്ന് അനുകൂലമായ സ്ഥിതിക്ക് ഉടൻ തന്നെ വ്യോമസേനയുടെ ഹെലികോപ്റ്റർ അങ്ങോട്ടേക്ക് പറന്നെത്തുകയും വളരെ സാഹസികമായ ആ സ്ഥലത്ത് ഇറക്കുകയുമാണ്. അല്പം മുൻപായിരുന്നെങ്കിൽ കോടമഞ്ഞ് മൂടിയതിനാൽ ഒരു തരത്തിലും ഇറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ കോട ഒന്ന് മാഞ്ഞ് നമ്മുടെ കാഴ്ച ഒന്ന് തെളിഞ്ഞ അതേ നിമിഷം അവിടെ ഹെലികോപ്റ്റർ ഇറക്കി ആളുകൾക്ക്, ജനങ്ങൾക്ക് സേവനം എത്തിക്കുക എന്ന അതിസാഹസികമായ ഒരു ദൗത്യമാണ് ഇന്ത്യൻ വ്യോമസേനയുടെ ഭാഗത്തുനിന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.